എല്ലാവർക്കും ഓട്ടോടെക് ടീമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊന്ന് ഈ വീഡിയോയിലൂടെ നമ്മുടെ പുതിയ വാഹനമായ ഇൻവിക്ടോയുടെ ഹാൻഡ് ബ്രേക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് മറ്റുള്ള വാഹനങ്ങളെ അപേക്ഷിച്ച് ഇൻവിക്ടോയിൽ ഹാൻഡ് ബ്രേക്ക് അല്ലെങ്കിൽ പാർക്കിംഗ് ബ്രേക്ക് നമുക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുക, അത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇൻവിക്ടോ വാഹനത്തിൻ്റെ ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ബ്രേക്ക് ചവിട്ടി പിടിക്കുക. നമ്മൾ ബ്രേക്ക് ചവിട്ടി പിടിച്ചതിന് ശേഷം ഇവിടെ പി എന്ന് പറഞ്ഞിരിക്കുന്ന സ്വിച്ച് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് വലിച്ചിട്ട് വിടുക. ഇപ്പോൾ അതിൻ്റെ അകത്ത് പാർക്കിംഗ് ബ്രേക്ക് എനേബിളായി. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക് പ്രസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ പാർക്കിംഗ് ബ്രേക്ക് എനേബിൾ ആവും. ഡിസേബിൾ ആവുന്നതിനും സെയിം തന്നെ ബ്രേക്ക് ചവിട്ടുക. അതിനുശേഷം ഈ സ്വിച്ചിലൊന്ന് നമ്മൾ ജസ്റ്റ് താഴേക്ക് പ്രസ് ചെയ്ത് വിടുക. നമ്മൾ ഈ സ്വിച്ചിനെ താഴേക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പാർക്കിംഗ് ബ്രേക്ക് ഡിസേബിൾ ആവും. അതുപോലെ തന്നെ നമ്മൾ വാഹനം പാർക്കിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് ചവിട്ടിയില്ല എങ്കിൽ കൂടി ജസ്റ്റ് പാർക്ക് സ്വിച്ചിൽ വലിച്ചു കഴിഞ്ഞാൽ പാർക്കിംഗ് ബ്രേക്ക് എനേബിൾ ആവും. ബ്രേക്ക് ചവിടേണ്ട ആവശ്യമില്ല ശരിക്കും. പക്ഷേ ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാർക്കിംഗ് ബ്രേക്ക് റിലീസ് ആവണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് പെഡൽ പ്രസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. നമ്മൾ ബ്രേക്ക് പെഡൽ പ്രസ് ചെയ്തു, പാർക്കിംഗ് ബ്രേക്ക് ഡിസേബിളായി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇൻവിക്ടോ വാഹനത്തിൽ പാർക്കിംഗ് ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് സെപ്പറേറ്റ് ലിവറുകളൊന്നും ഉണ്ടാവില്ല. റിയർ വീലയിൽ നമുക്ക് മോട്ടറൈസ്ഡ് ആയിട്ടുള്ള ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റം വെച്ചിട്ടാണ് നമ്മുടെ ഇൻവിക്ടോയിൽ പാർക്കിംഗ് ബ്രേക്കിനെ എനേബിൾ ചെയ്യുന്നു, ഡിസേബിൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ നമ്മൾ പാർക്കിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ചവിട്ടിയിട്ട് റിവേഴ്സിലേക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഗിയറിലേക്ക് മാറ്റിയെന്ന് വെച്ചോ, മാറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഹാൻഡ് ബ്രേക്ക് റിലീസാവും. ഇനി അതുപോലെ തന്നെ നമ്മൾ വാഹനം കൊണ്ടുപോയി നിർത്തി നമ്മൾ പാർക്ക് മോഡിലേക്ക് ഇട്ടു. പാർക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പാർക്കിംഗ് ബ്രേക്ക് എനേബിൾ ആവും. അപ്പോൾ നമ്മൾ വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് പാർക്കിംഗ് ബ്രേക്ക് നമുക്ക് വലിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഇത് ഓൺ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മൾ എപ്പോൾ പാർക്കിലേക്ക് ഇട്ടാലും പി മോഡിലേക്ക് ഇട്ടാലും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പാർക്കിംഗ് ബ്രേക്ക് എനേബിൾ ആവും. അതുപോലെ തന്നെ നമ്മൾ വാഹനം പാർക്കിംഗ് ബ്രേക്കിൽ നിന്ന് വേറെ ഏത് ഗിയറിലേക്ക് ചേഞ്ച് ചെയ്താലും പാർക്കിംഗ് ബ്രേക്ക് റിലീസ് ആവുകയും ചെയ്യും. പാർക്കിംഗ് ബ്രേക്ക് വലിക്കുന്ന സമയത്ത് നമുക്ക് വീലിൻ്റെ അവിടെ ആ ഒരു മോട്ടോർ വലിക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ അത് മോട്ടോർ പാർക്ക് സ്വിച്ച് വലിക്കുമ്പോഴും അതായത് പാർക്കിംഗ് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും റിലീസ് ചെയ്യുമ്പോഴും ഇതുപോലെ ഒരു സൗണ്ട് നമുക്ക് റിയർ വീലിൽ നിന്ന് കേൾക്കാനായിട്ട് പറ്റും. അത് അതിൻ്റെ മോട്ടോർ വർക്ക് ചെയ്യുന്ന ഒരു സൗണ്ടാണ്. അപ്പോൾ ഇൻവിക്ടോ വാഹനത്തിൻ്റെ പാർക്കിംഗ് ബ്രേക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുക, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.